ഹോം മിനിസ്റ്ററുടെ വലങ്കൈ അല്ലേ? യാ യാ എനിക്ക് മുമ്പ് ഇവിടെ നിന്ന് സബ് ഇൻസ്പെക്ടറെ പൊക്കിയത് സാറായിരുന്നു അല്ലേ? യെസ്. അയാളെ പൊക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെയേറെ ക്ഷമിച്ചു നോക്കി. സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അയക്കൊരു സൂക്കേടുണ്ട്. ഭരണകക്ഷിക്കാരുടെ ആളാണെന്ന് പറഞ്ഞാൽ കൂടുതലടി, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ചിടി. അത് കൊള്ളാമല്ലോ. ഞങ്ങളുടെ ഒരാളിനെ ഇന്നലെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തു എന്നറിഞ്ഞു. വിട്ടുകളാ. ആൾ ആരാണാവോ? അകത്ത് കിടക്കുന്ന ആള് തന്നെ. ഞങ്ങളുടെ ഒരു സ്ട്രോങ് വർക്കറാ ശേഖരൻ. അവന്റെ പേരില് ഞാൻ ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. കേസോ? എന്തിന്? 4 കൂടിയ കവലയെന്ന് പെണ്ണുങ്ങളെ കമന്റ് അടിച്ചതിന് ഇന്ന് കോടതി ഹാജരാക്കും. അപ്പൊ ഒരു വക്കീലിനെ കൊണ്ടുവന്നാല് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോവാ. അതാണ് നിയമം. കോടതി നിയമമൊക്കെ കളയണം മിസ്റ്റർ. ഇതേ ഹോം മിനിസ്റ്ററുടെ പ്രശ്നമാ. സാറിന്റെ അച്ഛന്റെ പേരെന്താ? കുഞ്ഞിരാമൻ. മിസ്റ്റർ കുഞ്ഞിരാമന് ശ്രീധനം കിട്ടിയ വകയാണോ ഈ കോടതി നിയമമൊക്കെ? നിങ്ങൾ എന്റെ തന്തയ്ക്കാണ് പറഞ്ഞത്. കുഞ്ഞിരാമൻ തന്റെ തന്തയാണെന്നല്ലേ പറഞ്ഞേ? നിങ്ങളുടെ മുൻഗാമിയുടെ കഥ മറക്കരുത്. വണ്ടമ്മേട് അല്ലേ? സാറൊന്ന് എഴുന്നേറ്റെ കാണട്ടെ. കാണാൻ എന്തോന്ന്? എഴുതേക്കണോ? എന്നോടാണോ? ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം മിനിസ്റ്ററുടെ പേരും പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ വന്നാൽ ചവിട്ടി എന്റെ നട്ടൽ ഒടിച്ചോളെ. മനസ്സിലായി. മനസ്സിലായെന്ന്? മനസ്സിലായേ. മേലാൽ ഈ കോമ്പൗണ്ടിൽ കടക്കുകയോ ഈ ഫോണിൽ തൊടുകയോ ചെയ്താൽ എന്ത് ചെയ്യും? കൈ വെട്ടിക്കളയും. ഉം. കൈയും കാലും വെട്ടിക്കളയും. അല്ല, നിന്റെ മുടിയും പുരിയും മീശയും അടിച്ചളഞ്ഞിട്ട് തൂക്കിയെടുത്ത് ലോക്കപ്പിലിടും. മനസ്സിലായോ? ആയേ. വാ, കൈ രണ്ടും നില വെക്ക്. വലത്തെ കാലം വെക്ക. വലത്തെ കാലം വെക്കണം. ശേഷം കഴിയുന്നതിന് വരെ ഒറ്റക്കാലം ഞൊണ്ടിപ്പോ. ഡയറി ഡയറി.